ഇപ്പോൾ ഈ പ്രതി അഫ്സാനെ ഇപ്പം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട്. പ്രതി എലിവേഷൻ കഴിച്ചതായിട്ട് പോലീസ് വിവരം കൊടുത്തതിനെ തുടർന്ന് പോലീസ് ഇപ്പം മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 6 പേരിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉമ്മ ഗുരുതരമായി ക്യാൻസർ രോഗിയാണ്, ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ബാക്കി 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പേരുമല 2 പേര്, ഈ എസ്.എൻ. പുരം ചുള്ളാളത്ത് 2 പേര്, ഈ നമ്മുടെ പാങ്ങോട് ഒരാൾ, അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതി എലിവേഷൻ കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട്. എന്താണ് കാരണം? അങ്ങനെ എന്തെങ്കിലും പോലീസോട് ഇപ്പോൾ പറയുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പ്രതി ആരോടൊക്കെ പറഞ്ഞതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇന്ന് ഈ പ്രതിയുടെ അനിയന് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതായിട്ടും ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളോ മറ്റോ ചെയ്തതായിട്ടോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇയാൾ അത്തരത്തിൽ പറയുന്നില്ല. കാരണം ഇദ്ദേഹം നേരത്തെ വിസിറ്റിംഗിൽ അദ്ദേഹം പിതാവിന്റെ കൂടെ ഗൾഫിലായിരുന്നു. അതിനുശേഷം വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചുവിടെ വന്നു. പല ജോലികളും നോക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വേറെ സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബമാണെന്ന് നാട്ടുകാർ പറയുന്നില്ല. പക്ഷേ പ്രതി ആരോടോ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്.